ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനേ. നമ ആചാര്യപാദായ നിത്തായ കൃപാപ്രദായിനി ഗൗരഗദാദാമദായ നഗര പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മുടെ ശ്ലോകം 10 കേട്ടോ. അധ്യായം 1 ഭഗവത്ഗീതയിലെ അധ്യായം 1 ശ്ലോകം 10 വായിക്കട്ടെ. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വമേദേശാം ബലം ഭീഷ്മാഭിരക്ഷിതം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വമേദേശാം ബലം ഭീഷ്മാഭിരക്ഷിതം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വമേദേശാം ബലം ഭീഷ്മാഭിരക്ഷിതം. അപര്യാപ്തം തദസ്മാകം ബലം യാതൊന്ന് പറഞ്ഞോളൂ. യാതൊന്ന് ഭീഷ്മാഭിരക്ഷിതം ഭീഷ്മരാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവോ. തത് അങ്ങനെയിരിക്കുന്ന അസ്മാകം നമ്മുടെ ബലം ശക്തി സേനാബലം അപര്യാപ്തം അളവറ്റതാണ് ഭീമാഭിരക്ഷിതമാണ്. വിവർത്തനം അളവറ്റതാണ് നമ്മുടെ സൈന്യബലം പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ഭാവാർത്ഥം ഞാൻ വായിക്കാം. രണ്ടു കൂട്ടരുടെയും സൈന്യബലത്തെ ദുര്യോധനൻ താരതമ്യപ്പെടുത്തുകയാണ്. തന്റെ സായുധ സേനാബലം അളവറ്റതും പിതാമഹനായ ഭീഷ്മരുടെ തഴക്കമുള്ളതിനേക്കാൾ വളരെയധികം കഴിവുള്ള ഭീഷ്മന്റെ സേനാധിപത്യം തനിക്ക് വിജയം നേടിത്തരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. യുദ്ധത്തിൽ നിശ്ചയമായും വിജയശ്രീലാളിതനാകുമെന്ന് കരുതി. അപ്പൊ ഇനി പറയാണ്, രണ്ട് സൈന്യങ്ങളും ഇങ്ങനെ കമ്പയർ ചെയ്യണം അല്ലേ. തുളസിക്കുട്ടി അവിടെ പോയി അവിടെ ഉണ്ട് അല്ലേ. രണ്ട് സൈന്യങ്ങളെയും അല്ലേ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയാണ് കൂടുതൽ ബലം സായുധ സേനാബലം. അത് ഭീഷ്മരുടെ തഴക്കം സൈന്യമാണെങ്കിലോ ഭീമന്റെ കയ്യിലാണ്. അത് ഭീമന് വലിയ യുദ്ധപരിചയമൊന്നുമില്ല. ഭീഷ്മരോട് തട്ടിച്ചു നോക്കുമ്പോൾ ഭീമനൊരു നിസ്സാരക്കാരനാണ് അല്ലേ. എന്നാണ് ആര് പറയണത്? നമ്മുടെ ദുര്യോധന ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, ഞങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെയാണ് വിജയിക്കുക എന്നുള്ളത് ദുര്യോധന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഭീഷ്മരുടെ ആ കൈകളിൽ തന്റെ വിജയം സുനിശ്ചിതമാണെന്ന് അദ്ദേഹം അടിച്ച് പൊട്ടിച്ച് നിന്നെ കൊല്ലുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവൻ ശപഥം എടുത്താണ് ഭീമൻ. അതുകൊണ്ട് തന്നെ താൻ അഥവാ കൊല്ലപ്പെടുകയാണെങ്കിൽ ഭീമൻ തന്നെയാണ് കൊല്ലാന്ന് അറിയാം. അതുകൊണ്ടൊരു അസൂയുണ്ട്. ആ ഒരു കമ്പാരിസൺ അതാണ്. എന്തായാലും ഭീഷ്മരുടെ മുമ്പിൽ ഒന്നല്ല ഇന്ന് സമാധാനിക്കണം. അവനാന്റെ ബലം കൊണ്ടല്ല, അത് ഭീഷ്മരുടെ ബലം കൊണ്ടാണ് ഈ സമാധാനിക്കണം അല്ലേ. അതാണ് ഇവിടെ എങ്ങനെ ഭാഗമവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ശ്ലോകം വായിച്ചോളൂ കേട്ടോ. ഹരേ കൃഷ്ണ. ഭീഷ്മമേവ
ഭീഷ്മമേവാഭിരക്ഷन्तु ഭവन्तः സർവ एव हि अयनेषु च सर्वेषु यथा भागमवस्थिता ഭീഷ്മമേവാഭിരക്ഷन्तु ഭവന്തः സർവ एव हि. ഹരേ കൃഷ്ണ. എല്ലാവരും വായിച്ചു കഴിഞ്ഞു അല്ലേ? സർവേ ഭവന്തഃ ഏവഹി സജ്ജീകരിക്കപ്പെട്ടിടത്ത് അവസ്ഥിത നിന്നുകൊണ്ട് ഭീഷ്മമേവ ഭീഷ്മനെ തന്നെ അഭിരക്ഷന്തു രക്ഷിക്കണം. സൈന്യവ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു. സർവോത്കൃഷ്ടനായ സേനാധിപൻ തന്നെയാണ് ഭീഷ്മ പിതാമഹൻ. എങ്കിലും വൃദ്ധനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രക്ഷയിൽ ഏവരും സവിശേഷം ശ്രദ്ധിക്കണം. അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കെ തക്കം നോക്കി മറ്റൊരു വശത്തു നിന്നും ശത്രുക്കൾ ആക്രമണം നടത്തിയേക്കാം. അങ്ങനെ വ്യൂഹം ഭേദിച്ചേക്കാവുന്ന മർമ്മസ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ വീരയോദ്ധാക്കൾ ഉറപ്പോൾ തന്നോട് നീതി ചെയ്യണമെന്ന് കരഞ്ഞപേക്ഷിച്ചിട്ടും അവർ രണ്ടുപേരും ഒരു അക്ഷരം മിണ്ടുകയുണ്ടായില്ലല്ലോ. ആ രണ്ടുപേർക്കും പാണ്ഡവരോട് സ്നേഹമുണ്ടെന്ന് തനിക്ക് അറിയായകയല്ല. എങ്കിലും അന്നത്തെ ചൂതുകളി പോലെയുള്ള സന്ദർഭങ്ങളിൽ സംഭവിച്ചു തന്നെ ഇപ്പോഴും സംഭവിക്കും. അതായത് ആ സ്നേഹമൊക്കെ തുടച്ചു നീക്കപ്പെടുമെന്ന് തന്നെ ദുര്യോധനൻ പ്രതീക്ഷിച്ചു. അപ്പൊ എന്താണ് നോക്കുക ഇവിടെ ഭീഷ്മ അപ്പോ 11-ാമത്തെ മാതാജി. അപ്പൊ താൻ ഭീഷ്മരെ പുകഴ്ത്തി പറഞ്ഞത് മറ്റുള്ളവരെ അവഗണിക്കുകയാണെന്ന് തോന്നുമെന്ന് വിചാരിച്ചിട്ട്, ഇത് സാധാരണ എല്ലാ ഒരു കാര്യങ്ങളും നടത്തി കൊടുക്കാനുള്ള ആൾക്കാരുടെ സ്വഭാവമല്ലേ, നമ്മൾ എല്ലാവരെയും ഒന്ന് ഇതാക്കാനായിട്ടുള്ള പരിശ്രമം. പക്ഷെ എന്താണ് പ്രശ്നം? അദ്ദേഹം വൃദ്ധനാണ് അല്ലേ, ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആക്രമണം ഉണ്ടായേക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും തന്ത്രപരമായ സ്ഥാനങ്ങൾ ഉറച്ചു നിന്നിട്ട് അദ്ദേഹത്തിനെ ആരെങ്കിലും ആക്രമിക്കണമെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ എതിർത്ത് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കണം എന്ന് മറ്റുള്ളവരോട് കൂടി പറയാണ് അല്ലേ. അപ്പൊ കുരുക്കളുടെ വിജയം ഭീഷ്മ പിതാമഹൻ ആരാണ് ദ്രോണാചാര്യനെയൊക്കെ വധിക്കുമെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ദൃഷ്ടദ്യുമ്നനെ ജനിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അതായത് അധർമ്മത്തിനെതിരെ നമ്മൾ എന്ത് വാക്ക് കൊടുത്താലും നമ്മുടെ മുന്നിൽ വെച്ചൊരു ദോഷം നോക്കുമ്പോൾ സംസാരിക്കണം എന്നുള്ളതാണ്. അതാണ് കാണിച്ചു തരുന്നത് ഭഗവാൻ. ആ ഭീഷ്മ പിതാമഹൻ ചെയ്തത് തെറ്റാണെന്നാണ് ഭഗവാൻ കാണിച്ചു. കർണനും ചെയ്തത് തെറ്റാണ്, ഭഗവാൻ അവിടെ കാണിക്കണില്ല. ഭക്തനായതുകൊണ്ട് ഭീഷ്മ പിതാമഹന് ഭഗവാന്റെ ഗംഗാമാതാവിന്റെ പാദത്തിൽ ശരണമൊക്കെ കിട്ടി. കാരണം ഭഗവാനെ കണ്ടിട്ടാണ് ആൾ മരിക്കുന്നത്, മഹാഭക്തനാണ്. പക്ഷെ ചെയ്ത എന്ത് ഭക്തനാണെങ്കിലും കർമ്മത്തിനുള്ള റിസൾട്ട് അനുഭവിച്ചേ പറ്റൂന്ന് കാണിക്കുകയാണ് അല്ലേ. ഭക്തനാണെങ്കിൽ നമ്മുടെ ആത്മാവിനെ ഭഗവാൻ സംരക്ഷിക്കും. നമ്മൾ ആ ഭക്തി ചെയ്തുകൊണ്ട് അവസാന ഘട്ടത്തിൽ ഭഗവാന്റെ ലോകത്തിലേക്ക് നമ്മളെ പറഞ്ഞയക്കും. പക്ഷെ ഈ ജന്മം നമ്മൾ ഭക്തിയാണെങ്കിലും തെറ്റിന് കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ കർമ്മ ഈ ജന്മം അനുഭവിച്ച് തന്നെ. എന്തെങ്ങനെയാണ് യുദ്ധമാണ് ചെയ്യണത് അല്ലേ. ഓരോ അസ്ത്രം വരുമ്പോഴും ഒരു പ്രേമിക ഇഷ്ടം കൊണ്ട് അല്ലെ തൻ്റെ മേലെ വന്ന് ആക്രമിക്കുകയാണെന്നാണ് കൃഷ്ണന് തോന്നുന്നത്. തൻ്റെ ഭക്തന്റെ ആ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം അങ്ങനെയാണ് അല്ലേ. പക്ഷെ എന്നാലും ഇതൊക്കെ വേറൊരു സൈഡാണ്. എന്നാലും ഭൗതികമായിട്ട് നോക്കുമ്പോൾ കർമ്മസ്ഥാനത്ത് തെറ്റിന്റെ കൂടെ നിന്ന കാരണം അദ്ദേഹത്തിന് തെറ്റിന്റെ അനുഭവിക്കുന്ന സമയമുണ്ട്. അപ്പൊ 11 മണിയാകുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, അതുവരെ എടുക്കാം. ശ്ലോകം 12. തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ. ശംഖം ദദ്മൗ പ്രതാപവാൻ തസ്യ സംജനയൻ ഹർഷം ഗുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. ഹരേ കൃഷ്ണ. പ്രതാപവാൻ പ്രതാപശാലിയും കുരുവൃദ്ധ കുരുക്കളിൽ മൂത്തവനുമായ പിതാമഹ മുത്തച്ഛൻ ധ്വനിപ്പിച്ച് പിന്നെ ശംഖ് ദദ്മൗ ഊതി. അപ്പോൾ പരാക്രമിയും കുരുപിതാമഹനുമായ ഭീഷ്മർ ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിക്കുമാറ് സിംഹഗർജനം പോലെ ഉണ്ടല്ലോ അല്ലേ, ബുക്കുണ്ടല്ലോ അല്ലേ. അപ്പൊ മാതാജി വായിച്ചോത് ഭാവാർത്ഥം. ഭാവാർത്ഥം
കുരു പിതാമഹന് പൗത്രന്റെ അറിയാമായിരുന്നു. അദ്ദേഹം സ്വാഭാവികമായ അനുകമ്പയോടെ ദുര്യോധനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി തൻ്റെ സിംഹോപമ പ്രതാപത്തിന് ഒരു ഒത്തവിധം ആർക്ക് അത്യുച്ചത്തിൽ ശംഖനാദം മുഴക്കി. ഭഗവാൻ കൃഷ്ണൻ മറുപക്ഷത്താകെ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഭീഷ്മപിതാമഹനോട് പറയല്ലേ തന്റെ പേര്. പിന്നെ ആള് മഹാഭക്തനല്ലേ, അത് തന്നെ അറിയാലോ കൃഷ്ണൻ എവിടെയോ അവിടെ വിജയിക്കുള്ളൂ എന്ന്. ഭക്തന്മാർക്ക് അറിയാലോ, നമുക്ക് മനസ്സിലാവില്ലേ ഭഗവാനുള്ള അവിടെ വിജയിക്കുള്ളൂ എന്ന്, അതേ ആൾക്കും അറിയാം. അപ്പോൾ ഇദ്ദേഹത്തിന് പക്ഷെ എന്താ തന്റെ പേരാണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പരോക്ഷമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭഗവാൻ അവരുടെ കൂടെയാണ്, അതുകൊണ്ട് വിജയം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് അദ്ദേഹം ഇൻഡയറക്ട്ലി കാണിച്ചു കൊടുക്കണം, ആ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ യുദ്ധം ചെയ്യേണ്ടത് തൻ്റെ കർത്തവ്യമാണ്. എവിടെയാണോ നിന്ന് പോയി അവിടെ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ. ആ കർത്തവ്യം അങ്ങനെയാണ്. അതായത് ഓരോ കർമ്മബന്ധങ്ങളുണ്ടല്ലേ നമ്മൾ എന്താ പറയുക, ആർക്ക് പോലും എന്താണ് പറ്റില്ല, എല്ലാവിടെ അധർമ്മമാണ്. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അർപ്പിച്ചാണ്ട് കർമ്മം ചെയ്യുക. അതന്നെ ഇപ്പോൾ നമ്മുടെ ഭീഷ്മപിതാമഹൻ ചെയ്യുന്നതാണ്. കൃഷ്ണൻ സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ് അത് നിറവേറ്റാൻ അദ്ദേഹം അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യുന്നത് അല്ലേ. എന്തൊക്കെ നമുക്കിന്ന് പഠിക്കാം, ഓരോ വ്യക്തികൾ എങ്ങനെയാണ് കർമ്മം ചെയ്തിരിക്കുന്നത് അല്ലേ. നമുക്ക് ഒരു സൊല്യൂഷനേ ഉള്ളൂ, എടുത്ത് ചാടി ഇറങ്ങാം. നമ്മുടെ മകൻ തന്നെ തെറ്റ് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇട്ടെറിഞ്ഞ് ഓടാൻ പറ്റുമോ? നിൽക്കാണ്ടിരിക്കാൻ പറ്റില്ലോ. ഭർത്താവ് തെറ്റ് ചെയ്തു, ഭാര്യയ്ക്ക് കൂടെ നിൽക്കാണ്ടിരിക്കാൻ പറ്റും. ആളിട്ടെറിഞ്ഞ് പോകുന്നത് ഒരു ശരിയായ രീതിയല്ലല്ലോ. മണ്ടോദരി രാവണൻ അപ്പൊ എപ്പോഴും ഗാന്ധാരി പറയണ്ടാവോ, എന്താന്ന് പറയണ്ട്, കുന്തി നീ എത്ര ഭാഗ്യവതിയാണ്, നിന്റെ മക്കള് വളരെ നേർവഴിക്കുള്ളവരാണ്, അവരെ കൂടെ നിൽക്കും, നിനക്കൊരു അഭിമാനം ഉണ്ടെന്ന്. പക്ഷെ എൻ്റെ അവസ്ഥ നോക്കുമെന്ന് പറയാണ് അല്ലേ. നിൽക്കാൻ അതാണ് നിവൃത്തിയില്ല. അന്നത്തെ പറഞ്ഞ ഭാര്യമാരൊക്കെ അത്രയും അതന്നെ പറഞ്ഞ അങ്ങനെ അവരുടെ പാതിവൃത്തിയൊക്കെ വേറൊരു സ്റ്റൈലാണ് അല്ലേ. ശരിക്കും അതിൻ്റെ അങ്ങനെയല്ല, നമ്മൾ ആധുനിക രീതിയിൽ അങ്ങനെയല്ല ചിന്തിക്കുക. കണ്ണു തുറന്ന മക്കളെ ശാസിച്ചെങ്കിൽ എങ്ങനെയാവും. പക്ഷെ അന്ന് ഭർത്താവ് ജീവിക്കും, ഇതൊക്കെ കണ്ടിട്ട് സഹിച്ച് അറിയാം ഗാന്ധാരിക്ക്, എന്നാൽ അതൊക്കെ സഹിച്ച് ഒന്നും എതിർത്ത് പറയാതെ ഇല്ല. പിന്നെ വേലക്കാരികളിലൂടെയും അങ്ങനെയൊക്കെ ആൾക്കുണ്ടായിരുന്നു ആ ബന്ധങ്ങളുണ്ടായിരുന്നു ആൾക്ക്. ധൃതരാഷ്ട്ര അല്ല അന്നത്തെ രാജാക്കന്മാരല്ലേ, പാവം മണ്ടോദരി എന്തൊക്കെ കണ്ട് സഹിക്കണവരുണ്ട്. ഇത് പോരാണ്ട് സീതേനെയും കൊണ്ടുവന്നു അല്ലേ. അവരുടെ സഹനം ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അല്ല നമുക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഇപ്പൊ സഹിച്ച് ജീവിക്കണ്ട, വേണമെങ്കിൽ ഡൈവോഴ്സ് എടുത്തോന്ന് പറഞ്ഞു. അത്രയ്ക്ക് സ്നേഹവും പാതിവൃത്തിയൊന്നും വേണ്ട എന്നുള്ളതാണ് എൻ്റെയൊക്കെ അഭിപ്രായം. എങ്ങനെ കേട്ടാ ഭാഗവതമൊക്കെ അങ്ങനെയാ പറയണമെങ്കിലും നമുക്ക് എല്ലാം ഒന്നും അങ്ങോട്ട് ഞാൻ കൃഷ്ണനോട് പറയാം, നീ പറഞ്ഞ കംപ്ലീറ്റ് ഒന്നും യോജിച്ചു തരാൻ പറ്റില്ല. ഈ വക വേഷം കെട്ടുന്നൊക്കെ കൂട്ടുന്ന രാമനെ പോലെ ഓരോ അവയവങ്ങളും ഭഗവാന്റെ അങ്ങനെയാണ്. എന്നിട്ട് എത്ര പേര് മോഹിച്ചു. ദണ്ഡകാരണത്തില് സ്ത്രീകൾ എത്ര അല്ല ദണ്ഡകാരണത്തില് ആരാണ് മറ്റേ നമ്മുടെ ദണ്ഡകാരത്തിൽ ആരാണ് അല്ല രാവണന്റെ സഹോദരി ആഗ്രഹിച്ചു. ദണ്ഡകാരണത്തില് ഋഷിമുനിമാര് ഇദ്ദേഹത്തിനൊന്ന് ആലിംഗനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ശ്രീരാമൻ കാട്ടിലൂടെ പോകുമ്പോ മഹാമുനിമാരില്ലേ, അതെ വേറെ തന്നെ. അതുകൊണ്ട് അവരൊക്കെ ഗോപിമാർ മഹാമുനിമാര് ശ്രീരാമചന്ദ്രന്റെ ഭംഗി കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഭാര്യമാരായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു. അതുപോലെ മിഥിലയിലെ സ്ത്രീകൾ, അതായത് നമ്മുടെ എനിക്കും അത് വൃന്ദാവനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു കേട്ടാ, ഇതൊന്നും എനിക്കും പണ്ടറിയില്ലായിരുന്നു കേട്ടോ. വൃന്ദാവനത്തിലൊരു പ്രഭുവാണ് കഥ പറഞ്ഞത്. ഈ ഗോപിമാര് പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പാണെന്ന്. കുറെ പേര് ദണ്ഡകാരൻ അപ്പൊ ഈ കൃഷ്ണനായിട്ട് വന്നത് സാക്ഷാൽ ഈശ്വരനായിട്ടാണ് വന്നത്. ഇദ്ദേഹം രാമൻ പുരുഷോത്തമനായിട്ട്, അതായത് ഒരു മര്യാദ പുരുഷൻ ആയിട്ടാണ് വന്നത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിക്കാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന് കഴിവില്ലാഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെ സീത ആവണമെന്ന് ഇവര് നിർബന്ധിക്കരുത്. പിന്നെ അല്ല അത് അല്ല അലക്കാരന്റെ വാക്ക് കേട്ടു എന്നുള്ളതല്ല ഭഗവാൻ. അല്ല സത്യം നമുക്ക് കാണുമ്പോൾ അങ്ങനെ തന്നെ തോന്നാം. പക്ഷെ സീതേനെ ഒരിക്കലും ഭഗവാൻ ഉപേക്ഷിക്കില്ല, സാക്ഷാൽ ലക്ഷ്മിയല്ലേ. പക്ഷെ എന്തിനത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജാവ് ഒരു പ്രജകളുടെ വേണ്ടിട്ട് എന്ത് ഭരണം നോക്കിക്കോളും. വിധി എന്തോ ആയിക്കോട്ടെ, വിധിന്റെ എല്ലാം പറഞ്ഞത്. ഒരു രാജ്യം ഭരിക്കുന്ന ആള് ശ്രീരാമൻ കാണിച്ചു തരുന്നത് എന്താണ്, ഒരു പ്രജ തെറ്റായിട്ടാണ് പറഞ്ഞത്. സീതാദേവി അങ്ങനെ ഒരു തെറ്റുകാരി അല്ലാന്ന് ഭഗവാൻ അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം. എന്നിട്ട് പോലും ഒരാൾ പറഞ്ഞപ്പോ ആ ഒരു പ്രജയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതെ ആ പറയണ ഒരു ശ്രീരാമന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് എന്താണ്, എന്താണ് ഭരണം, എങ്ങനെയാണ് പ്രജകളെ ഭരിക്കേണ്ടത്. ഇന്ന് എല്ലാ പ്രജകൾക്കും രോഗം വന്നാൽ ചികിത്സിക്കാൻ വഴിയിൽ ആൾക്കാർ പിരിവിടുക. എന്തിനാ ഈ ഭരണാധികാരികൾ? പിന്നെ അവരാണ് അന്വേഷിക്കേണ്ടത്. ഓരോ പഞ്ചായത്തിൽ എത്ര രോഗികളുണ്ട്, ആർക്കൊക്കെ പട്ടിണിയുണ്ട്, ആർക്ക് വീടില്ല, ആർക്ക് ജോലിയില്ല എന്ന് അന്വേഷിക്കേണ്ട ആരാ? നാട്ടുകാരാണ്.
അല്ല, ഭരണം നടത്തുന്ന ആള് ഓരോ പ്രജകൾക്ക് സ്കൂള് വേണ്ട. എത്ര ഫേസ്ബുക്കിൽ രോഗം വന്നിട്ടേ ചികിത്സാ സഹായം ചോദിച്ചിട്ട് ആൾക്കാർ അവർക്ക് കൊടുത്തൂടെ? നമ്മൾക്ക് വിഷമമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. പക്ഷെ നമ്മൾ ഒരാളോ രണ്ടാളോ പ്രതികരിച്ചിട്ടും കാര്യമില്ല, ഒറ്റക്കെട്ടായി പ്രതികരിച്ചിട്ടും കാര്യമില്ല. 1% പ്രജയ്ക്ക് എൻ്റെ ഭരണത്തിൽ ഇഷ്ടമില്ലെങ്കിൽ അവൻ പറഞ്ഞത് ഞാൻ കേൾക്കണം എന്നുള്ളതാണ് രാജാവിൻ്റെ കടമ, അല്ലേ? അതാണ് ആൾ ചെയ്ത് കാണിച്ചത്. അതുകൊണ്ടാണ് ആൾ എല്ലാ കാര്യത്തിലും, അതുപോലെ ദണ്ഡകാരണത്തിലെ ഋഷിമാർ ആഗ്രഹിച്ചപ്പോൾ പറഞ്ഞു ഞാൻ അടുത്ത ജന്മം ഇപ്പൊ ഞാൻ ഏകപത്നി വ്രതനം, ഞാൻ അത് തന്നെ ചിന്തിക്കുള്ളൂ എന്ന്, സീതയെ മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ എന്ന് കാണിച്ചു കൊടുക്കാണ്. ഭഗവാൻ വേണമെങ്കിൽ ചിന്തിക്കാൻ ഇളം പുല്ലിന്റെ കളറാണ് ശ്രീരാമൻ. ലക്ഷ്മണൻ വന്നിട്ട് വെളുത്തതും ശ്രീരാമൻ വന്നിട്ട് ഇളം പുല്ലിന്റെ കളറാണ്, പച്ചക്കളർ. അദ്ദേഹത്തിന്റെ സൗന്ദര്യം വർണ്ണിക്കുന്നുണ്ട്. ആ മുടിയും അതിന്റെ നമുക്ക് വർണ്ണിക്കാനേ പറ്റില്ല. അത്രയും ഒരു സൗന്ദര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ ഇവരൊക്കെ നോക്കി നിൽക്കണം. അതുപോലെ മിഥിലയിൽ ഭഗവാൻ സീതാദേവിയെ കല്യാണം കഴിക്കുമ്പോൾ കൂടെയുള്ള സഖികളും ആയിരുന്നു. അപ്പൊ അതാണ് പറയണത്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന എങ്ങടൊക്കെ പോയി ദുര്യോധന്റെ കാര്യം പറഞ്ഞപ്പോ ഓക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇവിടെ നമ്മൾ ഭീഷ്മോത്സവല്ലേ, മക്കളും അല്ലെ എല്ലാവരും കൂടെ നശിച്ചു പോകും. അപ്പൊ അതന്നെയാണ് ഇവിടെ പറയണത്. അതാണ് കർത്തവ്യം എന്ന് പറയണത് സംഭവം. ഇനി ശ്ലോകം 13. തദശങ്കാശ്ച ബേരിശ്ച പണവാനഗോമുഖാ സഹസൈവാഭ്യഹന്യന്ത. വേഗം വേഗം കൊടുക്കണ്ട കുട്ടികളെ. ചെണ്ടകളും പണവാനക ഗോമുഖ, പണവങ്ങളും പെരുമ്പറകളും ഗോമുഖങ്ങളും സഹസായേവ പെട്ടെന്ന് തന്നെ ഭവിച്ചു. അതിനെ തുടർന്ന് ശംഖ്, ചെണ്ട, മദ്ദളം, കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു. യുദ്ധരംഗത്ത് അപ്പോൾ അതിനെ തുടർന്നപ്പോൾ ശംഖ് വിളിച്ചു ഭീഷ്മ പിതാമഹൻ. അതിനെ തുടർന്ന് പിന്നെ യുദ്ധരംഗത്ത് നടത്തുകയാണ്. അന്ന് ശംഖ് കഴിഞ്ഞു. പിന്നെ ചെണ്ടയെ കൊണ്ടാണ് പെരുമ്പറ. പിന്നെ ഈ എന്തൊരു കുഴലൂതല്ലേ, പോത്തും കൊള്ള, എന്താണ് പശുവിന്റെ കൊമ്പാ, എന്തുകൊണ്ടൊക്കെ ഒരു പശുവിന്റെ അല്ല, പശുവിന് കൊമ്പില്ല, കാഹളം എന്ന് പറഞ്ഞ സാധനം, ഒരു എന്താ പറയാ അതിനെ, പോത്തിൻ കൊമ്പ, അങ്ങനെ എന്തോ ഒരു സാധനം ഒക്കെ പറഞ്ഞല്ലേ. അങ്ങനെ ഒരു വലിയൊരു മൃദംഗം പോലത്തെ സാധനം അങ്ങനെ കൊട്ടില്ലേ അറിയിക്കാനായിട്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഈ വാദ്യോപകരണങ്ങളൊക്കെ അല്ലേ, എന്താ വെച്ചാൽ യുദ്ധത്തിന്റെ തുടങ്ങാൻ പോകണേ അതിന് വേണ്ടിയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലേ. യുദ്ധരംഗത്ത് കോലാഹലമായി പല ദിവ്യൗശങ്കൗ പ്രദത്മധു. അപ്പൊ വായിച്ചോളൂ. ഹയർ യുക്തേ മഹദിസ്യന്തനെ സ്ഥിതോ മാധവ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദത്മധു. പാണ്ഡവൈശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദത്മധു തദാ ശ്വേതൈർഹയൈർയുക്തേ മഹദിസ്യന്തനെ സ്ഥിതോ മാധവ പാണ്ഡവൈശ്ചൈവ ദിവ്യൗ ശങ്കൗ പ്രദത്മധു. തദാ പിന്നെ, ശ്വേതേ വെളുത്ത, ഹയേ കുതിരകളെ, യുക്തേ കൂട്ടിയ, മഹതി വലിപ്പമേറിയ, സെന്തനെ ദിവ്യങ്ങളായ, ശംഖോ ശംഖുകൾ, പ്രദത്മധു വിളിച്ചു, ഊതി. മറുവശത്ത് കൃഷ്ണാർജുനന്മാർ വെള്ളക്കുതിര വെച്ചോട്ടെ ഭാവാർത്ഥം. ഭീഷ്മരുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണാർജുനന്മാരുടെ ശംഖുകൾ ദിവ്യങ്ങളാണ്. കൃഷ്ണൻ പാണ്ഡവപക്ഷത്താകയാൽ മറുപക്ഷത്തിന് വിജയസാധ്യതയില്ലെന്ന് ഇല്ല. അങ്ങനെ വിജയൈശ്വര്യങ്ങൾ അർജുനെ കാത്തിരിക്കുകയാണെന്ന് സൂചിപ്പിക്കുന്നു. വിഷ്ണുവിന്റെ അഥവാ കൃഷ്ണ ഭഗവാന്റെ ഈ ശബ്ദധ്വനി
അഗ്നിദേവൻ അർജുനന് നൽകിയ രഥത്തിലാണ് സുഹൃത്തുക്കളായി. അല്ലേ? വെള്ളക്കുതിരകളെ പൂട്ടിയിട്ടുള്ള മഹതി വലിപ്പമേറിയ സെന്തനെ തേരിലാണ് വരുന്നത് അല്ലെ. വെള്ളക്കുതിരകളെ പൂട്ടിയ വലിയ തേരില് ഇരുന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ആരൊക്കെ വരുന്ന മാധവ പാണ്ഡവാശ്ചൈവ മാധവൻ അല്ലെ. മാധവൻ പറഞ്ഞ ഭാഗ്യദേവതയുടെ എന്താണ് ലക്ഷ്മീപതി എന്നാണ് മാധവൻ എന്ന് പറഞ്ഞാൽ വിളിക്കുക. മാധവ എന്ന് പറഞ്ഞ ഭാഗ്യം കൊണ്ടുവരുന്ന ആളാണ് മാധവൻ. കൃഷ്ണന്റെ വേറൊരു പേരാണ് മാധവൻ അല്ലെ. ലക്ഷ്മീപതിയായ കൃഷ്ണൻ നന്മ അല്ലെ, ഭഗവാനുള്ളതാണ്. എവിടെയാണോ ഈശ്വരനുള്ള അതാണ് നന്മ, അതാണ് ദിവ്യം അല്ലെ. ഭഗവാൻ ഇല്ലാത്തടത്ത് എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ദിവ്യങ്ങളല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭീഷ്മരുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൃഷ്ണാർജുനന്മാരുടെ ശംഖ് ദിവ്യങ്ങളാണെന്നാണ് പറയണത് അല്ലെ. പക്ഷേ ജനാർദ്ദന അവരുടെ പക്ഷത്താരുണ്ട്? ജനാർദ്ദനൻ പറഞ്ഞ ജീവികളുടെ രക്ഷകൻ ആണ്. ജനാർദ്ദന എന്നുള്ള പേരിന്റെ അർത്ഥം എന്താ? ജീവികളുടെ രക്ഷകൻ. മാധവ പറഞ്ഞ ലക്ഷ്മീപതി അല്ലെ. ഓരോ പേരിനും ഭഗവാൻ ഓരോ അർത്ഥമുണ്ട്. കേശവൻ പറഞ്ഞ കേശിയെ വധിച്ചവൻ, അങ്ങനെയാണ്. മധുസൂദനൻ പറഞ്ഞ മധു എന്ന രാക്ഷസനെ വധിച്ചവൻ, അതാണ്. അപ്പൊ എവിടെയെല്ലാം ഭഗവാനുണ്ടോ അപ്പൊ നമ്മൾ ഭഗവാനെ കൂട്ടുപിടിക്കാൻ നോക്കണം, എന്നാലേ വിജയസാധ്യത. വീട്ടിൽ വന്ന് അവിടെ കൂടെ ആര് വരും? ഭാര്യ അന്വേഷിച്ച് വരും. ഭഗവാന്റെ പാദത്തിൽ ആൾക്ക് ഇരിക്കണം, പാദം ഇങ്ങനെ തൊട്ട് തലോടണം അല്ലേ ലക്ഷ്മി ദേവിക്ക്. അതുകൊണ്ട് എളുപ്പമല്ല, ഇവിടെ ഇരുന്ന് കളിച്ചാൽ മതി, അവരങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ഉദ്ദേശിച്ച അങ്ങനെ അല്ലെങ്കിലും ലക്ഷ്മീനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയതാണ്. കാരണം ലക്ഷ്മി എവിടെ നിൽക്കില്ലല്ലോ ഒറ്റയ്ക്ക്. ലക്ഷ്മി ഭഗവാന്റെ കൂടെ ഇരിക്കുള്ളൂ. കുറച്ചൊക്കെ എവിടെയെങ്കിലൊക്കെ പോവും ആള്, അനുഗ്രഹം കൊടുക്കാൻ പോവും കുറച്ച് ഭക്തന്മാർക്ക്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഐശ്വര്യം വീണ്ടും ലക്ഷ്മി തിരിച്ചു വരികയല്ലേ. പക്ഷെ ഭർത്താവ് വീട്ടിലുണ്ടല്ലോ എങ്കിലോ നമ്മുടെ ലക്ഷ്മി ദേവിക്ക് ഇവിടുന്ന് മാറിപ്പോ. ശരിയാണ്, അല്ല അങ്ങനെ മണ്ടം ബുദ്ധികളാണ് അവർക്ക് എന്ന് പറയണത്. അസുരന്മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കളഞ്ഞ ബുദ്ധിയെ പോവുള്ളൂ. അതാണ്, ബുദ്ധി ഇല്ലല്ലോ, ബുദ്ധിയേ ഇല്ല. സാക്ഷാൽ ലക്ഷ്മിയെ ആർക്കെങ്കിലും തൊടാൻ പറ്റുമോ? അതിനുള്ള വല്ല ബോധമുണ്ടോ? അവിടെയുള്ള ഐശ്വര്യദേവതയും പറഞ്ഞു. ഭാഗ്യദേവത ഒരിക്കലും പ്രിയതമനെ വേർപിരിയാറില്ല. അങ്ങനെ വിജയന്റെ രഥം എന്ന് പറഞ്ഞാൽ അഗ്നിദേവൻ കൊടുത്ത രഥമാണ്. അപ്പൊ അഗ്നിദേവൻ, അതായത് ഗാണ്ഡവനം ഇല്ലേ, ഗാണ്ഡവനം, ഇവർക്ക് ഗാണ്ഡപ്രസ്ഥല്ലേ ഇവര് കൊടുത്തത്. അല്ല, ഇവർക്ക് പണിയണില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഗാണ്ഡപ്രസ്ഥം ആണ് ഇവർക്ക് കൊടുത്തത്. ഒരു ഉപയോഗമില്ലാത്ത ഒരു പഴയ വനം പാണ്ഡവർക്ക് കൊടുത്തത്. പകുതി രാജ്യം കൊടുക്കുന്നതിന് പകരം ഒരു ഉപയോഗവും ഇല്ലാത്ത കൊടുക്കണം. അർജുനൻ ഇന്ദ്രന്റെ മകനായതുകൊണ്ട് അതൊക്കെ ഭഗവാൻ അറിയാം. ഈ സംഭവങ്ങളൊക്കെ ഇവർക്ക് അറിയില്ലേ. ഇവർ വിചാരിക്കും വെറും പാമ്പുകൾ മാത്രമുള്ള വൃത്തികെട്ട സ്ഥലമാണ് ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത് അല്ലെ. ഭഗവാൻ പക്ഷെ ഏത് വൃത്തികെട്ട സ്ഥലവും നന്മയുള്ളതാക്കാൻ ഒരുപാട് സർപ്പം. പിന്നെ കത്തിക്കുമ്പോഴെല്ലാം മരിക്കുന്ന സർപ്പാണ്. അല്ലാണ്ട് തന്നെ ഈ യുദ്ധത്തിൽ തന്നെ അമ്പ് വിട്ടിട്ട് തന്നെ കൊല്ലണുണ്ട്. പിന്നെ അഗ്നിദേവന് മുഴുവനായിട്ട് ഇത് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. ഗാണ്ഡവനം മുഴുവനും അഗ്നിദേവൻ. അത് പറയുന്നത് ഗാണ്ഡീവം എന്നുള്ള അമ്പും. ഗാണ്ഡീവ ആരോ കൊടുത്തത്? അഗ്നിദേവൻ തന്നെയാണോ? അഗ്നിദേവൻ ഈ രഥം കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഗാണ്ഡീവൻ ചിലപ്പോൾ വരുന്ന അടുത്ത ശ്ലോകങ്ങളിൽ പറയുമായിരിക്കും. അപ്പോൾ ഈ ഗാണ്ഡീവം എന്നുള്ള ഒരു വില്ലും ഉണ്ട് ആളുടെ കയ്യിൽ. അതുകൂടാതെ അതും വിജയം മാത്രമുള്ളതാണ്. പിന്നെ എന്താ ഗാണ്ഡീവധാരി എന്നല്ല വിളിക്കുക അർജുനനെ. പിന്നെ രഥം കെട്ടിയത് അഗ്നിദേവനിൽ നിന്നാണ് കേട്ടോ. ഈ രഥം 3 ലോകങ്ങളിലും വിജയം മാത്രമേ ഉള്ളൂ. മയദാനവൻ. അപ്പോൾ അത് ഈ ബുക്കിൽ എഴുതുന്നുണ്ട് കേട്ടോ. ഇനി വരുമ്പോൾ ഒരു നോട്ട്ബുക്ക് ചെറുത് കൈ പിടിച്ചോളൂ. ഭഗവത്ഗീതയിൽ എഴുതാൻ പാടില്ല പറയും. ഭഗവാൻ സ്വയമാണ്, അതിൽ കോറരുത് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഇനി എഴുതുക ഈ ഇന്ദ്രപ്രസ്ഥം ചെയ്തു കൊടുത്തത്. അപ്പോൾ വളരെ സൂപ്പറായിരുന്നു അത്. അവിടെ വന്നിട്ടല്ലേ ഈ ദുര്യോധനൻ വന്നിട്ട് ജലാണ് വിചാരിച്ച് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയൊക്കെ പിടിക്കുമ്പോൾ അത് കരയായിരിക്കും. കരയാന്ന് വിചാരിക്കുമ്പോൾ വെള്ളത്തിൽ കിടന്നത്. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ദ്രൗപദി കളിയാക്കി ചിരിക്കുമല്ലോ. അപ്പോഴാണ് ആ ദേഷ്യം കൂടി വന്നിട്ട് ചൂതാട്ടത്തിന് വിളിക്കും, ഈ ഇന്ദ്രപ്രസ്ഥം ഞാൻ സ്വന്തമാക്കും എന്നാ വിചാരിച്ചു. സ്വന്തമാക്കുകയും ചെയ്തു. അല്ലെ, അതാണ് ഈ ക്ഷത്രിയ കന്യകളുടെ സ്വഭാവം. അതാണ് മാതാജി പറഞ്ഞൊരു കാര്യം, പോയിന്റാണ്. പക്ഷെ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവരാണ് ഈ ബ്രാഹ്മണരെ പറയുമ്പോൾ എന്താണ്, ക്ഷമയുള്ളവരായിരിക്കും. ആയിരിക്കണം എന്നാലേ ബ്രാഹ്മണരെന്ന് പറയുള്ളവര്. ക്ഷത്രിയ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പൊ കലിയുഗത്തിൽ ജന്മനാ ജായതേ ശൂദ്ര, കലിയുഗത്തിൽ ജനിക്കുന്നവരെല്ലാം ശൂദ്രന്മാരാണെന്ന്. പിന്നെ വേദപഠന്തി ച വിപ്ര, വേദം പഠിക്കുമ്പോൾ അവർ വിപ്രനാവണോ. പിന്നെ എന്താണ്, ബ്രഹ്മജ്ഞാനാദിതി ബ്രാഹ്മണ, ബ്രഹ്മത്തെ ഈശ്വരനെ അറിയുമ്പോൾ അവൻ ബ്രാഹ്മണനാവണം. വേദം പഠിക്കുമ്പോൾ വിപ്രനായി മാറും. ഇനി വിപ്രന് ബ്രാഹ്മണനാവണമെങ്കിൽ എന്ത്, വേദം പഠിച്ചാലും ബ്രാഹ്മണനാവില്ല, വിപ്രനേ ആവുള്ളൂ, അറിവുള്ളവനാവും. ഇനി ദ്വിജ പറഞ്ഞ 2ാമത്തെ ജന്മം. പിന്നെ ബ്രഹ്മജ്ഞാനാദിതി, ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം, ഞാൻ ആത്മാവാണ്, അത് ഈശ്വരനാവ് ഉണ്ടെങ്കിൽ അവർ ബ്രാഹ്മണർ തന്നെയാണ്.
അല്ലെങ്കിൽ ബ്രാഹ്മണരല്ല. സ്വഭാവമാണ് നോക്കേണ്ടത്. ഗുണകർമ്മ വിഭാഗശഃ. അതിപ്പോ ഭഗവത്ഗീതയിൽ നമ്മൾ പഠിക്കാൻ പോണ്ട്. എന്താണ്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. അങ്ങനെയാണോ? കുചേലന്റെ ബ്രാഹ്മണൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പറയാം കുചേലനാണ്. എന്താണോ ഭഗവാൻ വിധിച്ച് അതിൽ സംതൃപ്തിപ്പെടും, കോപിക്കില്ല, ക്ഷമിക്കും, ശുചിത്വം ഉണ്ടാവും, അല്ലേ? ആരോടും ദേഷ്യപ്പെടില്ല, ഒന്നിനും ദേഷ്യപ്പെടില്ല. പിന്നെയോ വളരെ ശുചിത്വമുള്ള ആളായിരിക്കും, എപ്പോഴും വൃത്തി ഉണ്ടാവും. അപ്പോൾ ക്ഷാത്ര ഗുണമുണ്ട് എന്നർത്ഥം. ബ്രാഹ്മണ ഗുണത്തിലേക്ക് വരാനാണ് ഈ ഇസ്കോൺ നമ്മളെ പരിശീലിപ്പിക്കുന്നത്. പക്ഷെ ആ ഗുണം വരുമ്പോഴെന്നെ വിളിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ആ ബ്രാഹ്മണ ദീക്ഷ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഞാനും ഹസ്ബൻഡും. പക്ഷെ ആ ഗുണത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ബ്രാഹ്മണ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉപദ്രവിച്ചാൽ നമ്മൾ തിരിച്ചൊന്നും അറിയില്ല. ഈശ്വരന് സമർപ്പിക്കാം, വിട്ടുകൊടുക്കും, എന്തെങ്കിലും സംഭവിച്ചോട്ടെ, അല്ലേ? അതിനെ എതിർക്കുക അത് ബുദ്ധിമുട്ടല്ലേ? ആ ബ്രാഹ്മണ എനിക്കിതൊന്നും ഇടപെട, അങ്ങനെയല്ല, അങ്ങനെ പാടില്ല. അതല്ല ബ്രാഹ്മണന്റെ കർത്തവ്യം. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റ്, ഒരു സ്ത്രീനെ അപമാനിക്കുകയാണ് ഒരു പുരുഷൻ വന്നിട്ട്, ഒരു ബ്രാഹ്മണൻ പൂജാരി ഇറങ്ങി വരികയാണ്, അയ്യോ ഇത് എന്റെ കാര്യമല്ല എന്ന് പറയാൻ പാടില്ല. അപ്പൊ ബ്രാഹ്മണനല്ല, അത് ശൂദ്രനായി പോയി, അല്ലേ? തെറ്റുന്ന കേസായിരുന്നു, അത് വിട്ടില്ല. അപ്പൊ ശാസ്ത്ര ഗുണമാണ് അവിടെ പ്രകടിപ്പിച്ചത്, ബ്രാഹ്മണ ഗുണമല്ല, അല്ലേ? തന്റെ മകൻ തെറ്റ് ചെയ്യുമ്പോൾ അതിന് തിരുത്തണമായിരുന്നു. അവിടെ എന്താണ് ബ്രാഹ്മണന്റെ ഗുണം കാണിച്ച? മകൻ ദുര്യോധന്റെ കൂടെ നിന്ന് എന്തൊക്കെ തെറ്റുകളാ ചെയ്യാനായിട്ടല്ലേ? അപ്പൊ അതിന് ചെറുപ്പം മുതലേ തിരുത്തിയില്ല ബ്രാഹ്മണൻ. അവിടെയൊക്കെ തിരുത്തണം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കണം അങ്ങനെയല്ല, അനാവശ്യമായ കാര്യങ്ങളെ വലിയ ഇഷ്യൂ ആക്കി മാറ്റി അങ്ങനെ ആക്കാൻ പാടില്ല. ആ ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ക്വാളിറ്റി ഉണ്ട്. അധർമ്മം ചെയ്യണത് നോക്കി നിൽക്കുന്നത് ബ്രാഹ്മണനല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇവിടെ. അപ്പൊ ഇവിടെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഈ ലോകത്ത് എവിടെയും വിജയം ഉണ്ടാവുള്ളൂ. ഈ ഇവിടെ കളിയാക്കി ചിരിച്ച ഇഷ്ടനായ പുത്രൻ വേണം കുന്തി, അതുകൊണ്ട് ആദ്യം നീ യമധർമ്മനെ ആവാഹിക്കാൻ പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരനുണ്ടായി. അത് ദുര്യോധനൻ. ഇവിടെ ഗാന്ധാരിയുടെ മക്കളല്ലേ?